അപ്പോ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട 3 സംഭവങ്ങളാണ്. ഒന്ന് ഇവിടുത്തെ സ്കൂബ ഡൈവിങ്, സ്നോർക്കലിങ്, പിന്നെ ഈ കയാക്കിങ്. 3 കിഡിൽ എക്സ്പീരിയൻസ് ആണ്. സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും പറയേണ്ട ആവശ്യമില്ല. അതിന്റെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അവിടെ വരുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഇത് മിസ്സാവാതെ ഞങ്ങൾ ചെയ്തു തരും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കയാക്കിങ്ങിന് പോണ്. ചൊനെ കാത്തോളി വീണ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും. അപ്പൊ നമ്മള് കയാക്കിങ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, കയാക്കിങ്. നമ്മൾ ആദ്യം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ നമ്മളെ വേറെ ഇരിക്കേണ്ട അടുത്ത് വന്നാണ്. ഇക്കൻ്റെ പേരെന്താ? നജീബ് ഖാൻ്റെ അടുത്ത് വന്നാണ് മീര വാങ്ങാൻ വേണ്ടി. മീര വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാണ്. ഓക്കെ, മീര. ഓക്കെ, മീരിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. 1 റുപ്യ വേണം, 2 റുപ്യ വേണം. ഇതാണ് ഇക്കൻ്റെ മീനുണ്ടാക്കുന്ന സ്ഥലം. ഡയറക്റ്റ് തെങ്ങെന്നെടുത്ത് കണ്ടുള്ള പരിപാടിയാണ്. ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? മീനാകരി ഉണ്ടാക്കും. മീനാകരി, സുർക്ക, നമ്മൾ പറയുന്നത് സുർക്ക പറയുന്നത് മീനാകരി. പിന്നെ ശർക്കര ഉണ്ടാക്കും. ഇതുണ്ട്. പിന്നെ പൂള അപ്പം ഉണ്ടാക്കും. പൂള അപ്പം ചൂടുന്ന. ഇതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഉപദ്രവങ്ങളൊന്നും ഇല്ലല്ലോ ശരീരത്തിന്. ഒരു ഉപദ്രവമില്ല. പിന്നെ മറ്റ് കല്ലുണ്ടാക്കുന്ന കല്ലുണ്ടാക്കും. അത് വറ്റിച്ച് മുപ്പിച്ച് നമുക്കത് ശരിയാവില്ല. 1 ഗ്ലാസ് തരുമോ കുടിക്കാൻ? ഇതാണ് മീര സെറ്റപ്പുകൾ. ഇത് സംഭവം നമ്മളെ നാട്ടിലത്തെ നാടങ്ങളുണ്ടല്ലോ, നാടങ്ങളിൽ ഇതൊരു ദിവസം വെച്ച് കഴിഞ്ഞാൽ കള്ളാവും. ഒരു ദിവസം നമ്മൾ വെക്കണതിന് മുന്നേ നമ്മൾ കുടിച്ചു കയറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇത്. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടിപൊളി, സൂപ്പർ. ഇത് കുറിച്ച് 2 വാക്ക് സംസാരിക്കുമോ? നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെ വെട്ടിയത് മുകളിൽ കയറിയിട്ട്? എത്ര തെങ്ങുണ്ട്? 10 തെങ്ങ്. ഡെയിലി 10 ലിറ്റർ കിട്ടും. 10 ലിറ്റർ കിട്ട കുറവാണ്. എരി ശല്യം അങ്ങനെ. ഇതാണ് നിങ്ങളുടെ മെയിൻ വരുമാന മാർഗം. ഇങ്ങനത്തെ കുറേ ആളുകളുണ്ടല്ലോ ഇവിടെ. കുറേ ആളുകളുണ്ട്. അപ്പം നമ്മളെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ഇവിടുത്തെ മീര പരിപാടികൾ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഡോക്യുമെൻ്ററി ആക്കണം. ഓക്കെ, ഒന്ന് സ്കൂബ ഡൈവിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മൾ അന്താൻ ബീച്ചിലാണ് എത്തിയുള്ളത്. കൊള്ള കാഴ്ചയിലാണ്. ഇതാണ് അന്താൻ ബീച്ച്. ബീച്ചൊക്കെ വേറെ രസമാട്ടോ, എല്ലാ ബീച്ചും. ഇവിടെ കുറച്ച് ഡെക്കറേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഭംഗികൾ വേറെ കൂടും. നൈസായിട്ടുള്ളൊരു ആംബിയൻസാണ്. നമ്മുടെ ഓരോ ബീച്ചുകളിലും ഇതേപോലെ ജസ്റ്റൊക്കെ ഇതാക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കവറുണ്ട്. പിന്നെ നമ്മളിത് ഈ സ്ഥലം നമ്മൾ വന്ന സ്ഥലമാണ്, മനസ്സിലായോ? ഹിന്ദി വ്ളോഗ് സംസാരിച്ച സ്ഥലമാണിത്. പിന്നെ നമ്മൾ
ഇവിടുന്ന് നേരെ നമ്മളിന്ന് സ്നോർക്കലിംഗ് അല്ല കയാക്കിങ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, കയാക്കിങ് ചെയ്യാൻ വേണ്ടിട്ട് പോവാട്ടോ. ഓക്കെ, ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ. ഒന്നാണ് സ്കൂബ ഡൈവിങ്, സ്നോർക്കലിങ്, ഇക്കാണുന്ന കയാക്കിങ്. അപ്പൊ നമ്മൾ കയാക്കിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെയുള്ള കാഴ്ചകൾ കാണാം. വീഴാണെങ്കിൽ നമ്മളതിന് രക്ഷപ്പെടും. ഓക്കെ, കണ്ടോ? ചെരുപ്പ് ഉണ്ടോ? ചെരുപ്പ് ഞാൻ പോയിക്കോളാം. വായിക്ക് പോർന്ന്. അപ്പൊ അത് 2 ആൾക്കാർക്ക് പറ്റും. നമ്മൾ ചെരുപ്പ് ഇടാൻ വേണ്ടിട്ട് പോവാണോ. ചെരുപ്പുണ്ടോ? അവിടെ ഇട്ടു ചെരുപ്പൊക്കെ. ഹലോ, നമ്മൾ ചെരുപ്പ് വേണ്ടോ? നമ്മൾ അവിടെ ഇട്ടു. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് പോവാ. വേണോ? ഒരു ഫോട്ടോ എടുക്കോ? പോർട്രേറ്റില് സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും പറയേണ്ട ആവശ്യമില്ല. അതിന്റെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അവിടെ വരുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഇത് മിസ്സാവാതെ ഞങ്ങൾ ചെയ്തു തരും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കയാക്കിങ്ങിന് പോണ്. ചൊനെ കാത്തോളി വീണ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും. അപ്പൊ നമ്മള് കയാക്കിങ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, കയാക്കിങ്. നമ്മൾ ആദ്യം ബാക്കാണ് പോകും. പുലി പതുങ്ങുന്ന എന്തിനാറിയോ? കുതിക്കാനാണ്, പൊളിക്കാനല്ല. എല്ലാരും മുന്നിക്കാ പോവാ. നമ്മൾ ആദ്യം കൂടി ബാക്ക് സ്പീഡ് റേസ് പോവാം. സ്പീഡ് ബോട്ട് പോവും. അങ്ങനെ നമ്മളിങ്ങനെ തിരിക്കും. അതോ അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ഓരോ കഥകളും കാര്യങ്ങളും. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൈക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ഈ മൈക്ക് നമ്മൾ ഇവിടെ തൽക്കാലം വാങ്ങിയ മൈക്കാണ്. ബൈ ദ വേ, നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വോയിസ് കൊടുക്കുന്നത്. എന്തായാലും ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കടലാണ്, നമുക്ക് പരിചയമില്ലാത്ത ഏരിയ ആണ്, ഒരു പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫസ്റ്റ്. പക്ഷേ ആ പേടി നല്ലതാണ്. പിന്നെ നമ്മൾ കൂടുതലുള്ള ട്രെയിനർമാരോട് എന്ത് ചെയ്യുക, പറയുക ഇങ്ങനെ അറിയില്ല, നീന്താൻ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. കാരണം എന്നാൽ ഒരു എക്സ്ട്രാ കെയർ ഉണ്ടാവും. അറ്റ് എ ടൈം ഒരാൾ, അതായത് ഇപ്പോൾ ഞാനീ പോണത് ഞാൻ ഒറ്റക്കാണ്. നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായാലും നമ്മൾ ഒറ്റക്ക് അങ്ങനെ പോവാണ്. പക്ഷേ അതിൻ്റെ ബാക്കിൽ 2 ആൾ ഇരിക്കുന്നുണ്ട്. അതായത് ഒരു ട്രെയിനർ ഇരിക്കാൻ പറ്റുന്ന സാധനമുണ്ട്. അത് എടുക്കുക നിങ്ങൾ ഫാമിലിക്കായിട്ട് വരികയാണെങ്കിൽ. കാരണം ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സൂം ചെയ്താണ് ക്യാമറ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയക്ക് നമ്മൾ എത്തിക്കുന്നത്. ഒരു 500 മീറ്റർ അപ്പുറത്ത് നമ്മൾ എത്തിക്കുന്നത്. കിലോമീറ്റർ അല്ല, മീറ്റർ. 1 കിലോമീറ്റർ വരെ മാക്സിമം പോകാം. അത് പോകാനൊരിതുണ്ട്. പക്ഷേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും തോറും നമുക്ക് അതിൻ്റെ വേവ്സിൻ്റെ ഇതിങ്ങനെ കൂടും. പിന്നെ അത് ചെറിയൊരു നേക്ക് ഉണ്ടായിമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ. കാരണം അതൊരു മെഷീനല്ല, നമ്മളെ കൈ കൊണ്ട് തുഴഞ്ഞാലേ അത് പോവുള്ളൂ. ഓക്കെ, കയാക്ക് പക്ക നല്ല രസമായിട്ടുള്ള സാധനം തന്നെയാണ് കയാക്കിങ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെയ്ത പോലത്തെ കയാക്കിങ് അല്ല ഇവിടെ. സ്കൂബ ഡൈവിങ് ആയാലും സ്നോർക്കലിങ് ഒക്കെ. കാരണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയറോട് കൂടി നമുക്ക് താഴെ ഡീപ് സീ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ആലോചിച്ച് നോക്കി. അതിൻ്റെ അടിയിലുള്ള ഒരുപാട് കോറൽസ്, പവിഴപ്പുറ്റുകളുടെ ദ്വീപസമൂഹം എന്നുള്ളതാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഈ കാണുന്ന ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു രസമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എന്തായാലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അത് നമ്മൾ കൂടെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് സമയം നിങ്ങൾ തരാം, നിങ്ങളുടെ സമയം നമുക്ക് തരാം. കറക്റ്റ് നമ്മൾ 9 മണിക്ക് 7 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര ആക്ടിവിറ്റീസും അത്ര സമയവും നമുക്കിതൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ കയാക്കിങ് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് കയാക്കിങ്, നീന്തൽ, കടൽ ഓറിയൻറ്റഡ് സംഭവങ്ങൾ തന്നെയാണ്. നമ്മളെ കളർ ടൂണൊക്കെ ആകെ മാറിട്ടോ. നമുക്ക് ഈ കയ്യിൻ്റെ കളറൊക്കെ ലൈഫിൽ ഒരു ആവശ്യം എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവം കേട്ടോ.
ഇതിലും സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു ആവേശത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ കാലിങ്ങനെ നേരെ വെക്കല്ലേ, ഈ അഴകി ചെറിയൊരു വേദന വരും. മസേ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത്ര ഡീപ് സീക്ക് പോവാതിരിക്കുക. ഏകദേശം 100-200 മീറ്റർ അങ്ങനെ പോയി വന്നു. സംഭവമാണ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ല പിന്നെ എന്താണ്. അതെ ഇതുണ്ടോ പവിയപ്പുറ്റുകളെ കോറൽസിന്റെ കുറെ സാധനങ്ങളൊന്നും ഇതുണ്ടോ. ക്യാമറ ഓഫ് ചെയ്യില്ലല്ലോ ഇവിടുത്തെ ജനങ്ങള്. അതായത് മണലല്ല വേറൊരു ഇതുപോലെ പവിയപ്പുറ്റുകളുടെ ഇതൊക്കെ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിലേ ഇവിടെ ആരൊക്കെ ഉണ്ടാവും ചിലപ്പോ. നമ്മളിപ്പോ മണലൊക്കെ കാരണം പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയുമ്പോ ആളുകൾ പറയും ഏതാ അടിച്ചു ചോദിച്ചു. ഞാൻ സ്വബോധത്തിനൊക്കെ അങ്ങനെ പിന്നെ വരുന്ന സമയത്ത് ഇത് നല്ല കുഴങ്ങി. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് പവർ വരപ്പോഴോ, അതായത് ഫുള്ള് ഏറ്റവും നല്ല ആക്ടിവിറ്റി എപ്പോഴോ കടലിനോട് മല്ലിടുമ്പോൾ. അതായത് സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ 6 പാക്ക് ഒരു അസുഖ കാര്യങ്ങളുണ്ടല്ലോ. കാരണം ബോഡിന്റെ എല്ലാ പോർഷൻസും ഈച്ച് ആൻഡ് എവരി വൺ അറ്റ് എ ടൈം ഫുള്ള് ഇങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോഴോ ബാക്കി സംഭവങ്ങളുള്ള സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. ഇപ്പൊ കാണൂല, രാത്രി ഇഷ്ടം പോലെ മീനുകൾ കാണാൻ പറ്റും. നിങ്ങൾ ഈ സ്നോർക്കലിങ് കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് കടലിലേക്ക് വേസ്റ്റോ കാര്യങ്ങളോ കൊണ്ടുപോകരുത്. കാരണം ഈ ഇത് കണ്ടോ, ഇത് വൈറ്റ് സാൻഡ് ബീച്ചാണ്, അടിപൊളിയായിട്ടില്ലേ. അപ്പൊ അവിടെ ഇരുന്ന വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ടാണ് വരിക. നമ്മൾ നന്മമരമായിട്ട് പറയാനില്ല, ഇത് മോശമാണ്. കാരണം ഇവിടെ ഇത്രയും വൃത്തിയുള്ള ആളുകൾ നമ്മളെ എന്താ പറയാ ഇങ്ങോട്ട് വരവേൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ സ്ഥലങ്ങൾ പോലെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭൂമി എന്തും നമ്മളൊന്നും ഇതാക്കരുത്. ഓക്കെ, പിന്നെണ്ടോ പക്ഷെ നല്ല വൈകണം, അപ്പോൾ സാഹിത്യം കുറച്ച് വരും. പിന്നെ ഈ റിസോർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് റിസോർട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള സാധനങ്ങൾ വേണോ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വോയേജർ ഗ്രാമിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ LD അതേപോലെ ലക്ഷദ്വീപിന്റെ ഫുൾ ഷോർട്ടാണ്, അബ്രിവേറ്റഡ് ഫോമാണ് LD എന്നുള്ളൊരു ഹൈലൈറ്റും ഉണ്ട്, ലക്ഷദ്വീപാണ് ഹൈലൈറ്റ് ഉണ്ട്. ഇതിലുണ്ട് നമ്മളെ റൂംസ്, ഫോട്ടോസ്, സാധനങ്ങളൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളിയാക്കാം. നിങ്ങൾ കപ്പിൾ ഓറിയന്റഡ് ട്രിപ്പാണ് ഉദ്ദേശിക്കണമെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതതിന്റെ ബിസിനസ് വശം മാത്രമല്ല, നമ്മൾ പോയ സ്ഥലങ്ങൾ ബാക്കിയുള്ള ആളുകളെയും കൂടി കാണിക്കുക എന്നുള്ള ഉദ്ദേശശുദ്ധിയാണ് അതിന്റെ പുറത്തുള്ളത്. അപ്പൊ കയാക്കിങ് കണ്ടല്ലോ അല്ലെ, ഇതാണ് കയാക്കിങ്. നീന്തൽ അറിയാത്ത ആളുകള്, അതായത് ഇങ്ങനെ 2 പേർക്ക് ഇന്ന് പോകാൻ പറ്റുന്ന സാധനമുണ്ട്. ഓരോ ട്രെയിനറോട് കൂടി പോവാ. നമ്മളിപ്പോ ട്രെയിനർ എടുത്തിട്ടില്ല, കാരണം നമുക്ക് നീന്താൻ അറിയുന്ന ഒരു കോൺഫിഡന്റ് ആണ്. പിന്നെ ഈ സാധനം ഏകദേശം ഒരു നേക്കുണ്ട്, അപ്പൊ ഇങ്ങനെ തൊഴിഞ്ഞു പോവാ. അവിടെ കുറച്ചങ്ങോട്ട് എത്തുമ്പോ ഞാൻ അത്യാവശ്യം കുറെ പോയില്ലാണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പേടിക്കും. കാരണം ഫോണിന്റെ അടുക്കുന്ന ഇത്തരത്തിലുള്ള ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന കടലിന്റെ താഴെ ഉണ്ട്. ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും അവിടെ, നോണറിയില്ല. ഇതേപോലെ കണ്ടോ, ഇതേപോലെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫോണിന്റെ അടുക്ക് ചില പവിയപ്പുറ്റുകളുടെ കുറച്ച് ഡാർക്ക് സാധനങ്ങൾ കാണുമ്പോൾ അവിടെ ഭയങ്കര താഴ്ച പോലെ തോന്നും നമുക്ക്. ഒരു വേറെ രീതിയിലുള്ള കടലിന്റെ നിറം. അപ്പൊ ആ സമയത്ത് എത്തുമ്പോൾ നമുക്ക് പേടിക്കും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും ഫുള്ള് ട്രാൻസ്പെറൻസിന്റെ ഇടയിൽ ഒരു ചെറിയ ഡാർക്ക് കാണുമ്പോൾ നമുക്ക് പേടിക്കും. അപ്പൊ നീന്തൽ അറിയാത്ത ആളുകൾ പോകരുത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കാഴ്ചകളാണ്. നമ്മളെ സുഹൃത്തും സഹോദരനുമായിട്ടുള്ള നാദിർ ട്രാവൽ ഷോപ്പി നമ്മുടെ കൂടെ ഉണ്ട്. തെറ്റല്ലേ? പിന്നല്ല പൊടിയല്ല. സുരേഷ് റൈഡന്റെ ഒരു കട്ടുണ്ടോ? ആർക്കെങ്കിലും തോന്നിയോ? സത്യം നോക്കി അല്ലേ, എവിടെ ഒരു സുരേഷ് റൈഡന്റെ കട്ടുണ്ടോ? ഉണ്ടോ ചെറുതായിട്ട് അല്ലേ? അങ്ങനെ പറഞ്ഞേ, സത്യം പറയുന്നുണ്ടോ? സത്യം സുരേഷ് റൈഡന്റെ കട്ടുണ്ട് അല്ലേ? കോംപ്ലിമെന്ററി. പണ്ട് അവിടെ ഏനോ റാഞ്ചിയിലേനോണ്ട് റാഞ്ചി മനസ്സിലായോ? സുരേഷ് റൈഡന്റെ നാട് അല്ലേ? തോന്നിയാ കൊട്ടാരൻ. അപ്പൊ ഇവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴേ നമ്മളായിട്ടാണ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേറെ കുറെ കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് നമ്മളൊക്കെ ഇതാണത്. അപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പ്രസന്റേഷൻ്റെ ഇതൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾ അറിയിക്കലോ. ഇതുണ്ടോ, ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ അക്കോലത്തിലിട്ടുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ഞാൻ കയ്യിലെടുക്കാം. പിന്നെ ഇതേപോലെ
എന്തുണ്ട് പിരാന്തായോ ചോദിച്ചു കഴിഞ്ഞാൽ പിരാന്താവും ഇങ്ങനെ പോവാണെങ്കിൽ. നമ്മള് പോയി ചെറുഗ്രാം എഴുതിട്ടുണ്ടോ ഇടത്തേക്ക് അജണ്ട എഴുതണം. ചെറുഗ്രാം അപ്പൊ നമ്മൾ ചെക്കന് കയാക്കിങ് ചെയ്യാൻ പോവാണ്. സെറ്റാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയില്ല. നമ്മളെ കൂടെ വന്ന ചെക്കന്മാരും ആളുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാണ്. ഓൻ നീന്തലും കാര്യങ്ങളൊക്കെ അറിയുന്ന എക്സ്പെർട്ട് ആണ് സാർ, എന്നാലും നമുക്ക് പേടിയാണ്. സെറ്റല്ലേ കേട്ടോ? നമ്മ ചെക്കൻ അവിടെ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങള് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴേ അപ്പൊ ഓൻ ഒറ്റക്ക് സിംഗിൾ ആയിട്ടാണ് പോകണം, ഞാനും സിംഗിൾ ആയിട്ടാണ് പോയത്. പക്ഷെ രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റുന്ന കയാക്കിങ് സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ സുന്ദരനും സുശീലനും സുമുഖനും സുഗുണനുമായ വോയേജർ ഗ്രാമിന്റെ ലക്ഷദ്വീപ് ഘടകം. ഓക്കെ, നമ്മളെ വോയേജർ ഗ്രാമിൽ നമ്മളില്ലാത്ത സമയത്ത് ഇവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന നമ്മളെ വോയേജർ ഗ്രാമിന്റെ സ്റ്റാഫാണ്. ഇവിടുത്തെ ലക്ഷദ്വീപ് ഘടകം മെമ്പറാണ്. പരിചയപ്പെടുത്ത്. ജാബിറസ് മുഹമ്മദ് പറയാ. അപ്പൊ നമ്മളിവിടെ, ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തു തരാം ജാബിറാണ്. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോസ് എടുക്കാന് വീഡിയോസ് എടുക്കാന് ഒക്കെ നമ്മുടെ വോയേജർ ഗ്രാം ട്രെയിൻ ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോ ചെക്കൻ ഇവിടെ ഉണ്ട്. ഒപ്പം നമ്മുടെ നാദിർ ഭായി ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി റീൽ എടുത്തിട്ട് ഞാൻ വീഡിയോന്റെ ഇടയ്ക്കൊന്ന് കട്ടാക്കി. എങ്ങനെയുണ്ട്? ഞാൻ പോയതുണ്ട്. നീ പോകണോ? എനിക്ക് വിളിക്ക്, ക്യാമറ വിളിക്ക്. വെള്ളം നിനക്കല്ലേ പിടിച്ചോ, ഓണാണ്. മാറി വെല്ലുവിളികൾ നമ്മൾ സ്വീകരിക്കും. വീട് കഴിഞ്ഞാൽ പിടിക്കാൻ വരണം. എന്തുവിടും ഞാൻ എഴുതാ. ആരെ വെല്ലുവിളിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ മൈക്കിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ മൈക്ക് DJ-ൻ്റെ മൈക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം 600 രൂപേൻ്റെ മൈക്ക് വാങ്ങിയോണ്ട് നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ദൂരത്തേക്ക് പോകുന്ന, ശരിക്കും നമ്മളെ മൈക്ക് 100 മീറ്റർ വരെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ ലോക്കൽ ഒരു മൈക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ നേരെ ഡീപ് സീക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വോയിസ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ആഡ് ഓൺ ചെയ്താണ് കേട്ടോ. എന്തായാലും ലൈഫിൽ ഒരു തവണ എക്സ്പ്ലോർ ചെയ്യേണ്ട മനോഹരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ലക്ഷദ്വീപിലെ ഓരോ വാട്ടർ ആക്ടിവിറ്റീസും. ഐ റിപ്പീറ്റ്, നേരത്തെ പറഞ്ഞ പോലെ സ്കൂബ ഡൈവിങ്, സ്നോർക്ലിങ്, ഈ കാണുന്ന കയാക്കിങ്, മൂന്ന് തരം എക്സ്പീരിയൻസ് ആണ്. അതിൽ നമുക്ക് വാക്കുകളില്ല അത്ര. പിന്നെ സ്കൂബ ഡൈവിങ് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലോറേഷൻ അല്ല നമുക്കിവിടെ കിട്ടാം. വേറൊരു സംഭവമാണ്. വാക്കുകൾക്ക് അതീതമായിട്ടുള്ള പരിപാടിയാണ്. അടുത്തൊരു വീഡിയോയിൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ മാത്രമുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ബാബ ഫറൂഖിൻ്റെ പുതിയ ബോട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വെല്ലുവിളിച്ചാണ്. ആ വെല്ലുവിളി സ്വീകരിക്കണമല്ലോ. നമ്മൾ കുറേ നേരെ ഏകദേശം ഒരു 10-200 മീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് നമ്മൾ 200 കേട്ടോ, 200 മീറ്ററിലേറെ പോയിക്കണം. അതായത് അതിൽ സൂം ചെയ്തെടുത്താണ് ക്യാമറ. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ നമ്മൾ പോയിക്കണ്. അതിന് അത്യാവശ്യം നല്ല എന്താ പറയുക, വെല്ലുവിളി ഏറ്റെടുത്തല്ലേ, നമ്മളത് ഏറ്റെടുത്ത് പോയി. പിന്നെ പോകുന്ന സമയങ്ങളിൽ സൂക്ഷിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രാവിലെ നിങ്ങളിത് ഇറങ്ങാൻ വേണ്ടി, ഇപ്പോൾ നമ്മളെ കൂടെയൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങണം. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങളത് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്.
അപ്പോൾ എന്ത് ചെയ്യുക, ഓൺ ടൈമിൽ നമ്മളെന്തായാലും ഒരു 7 മണിക്ക് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ ഇറങ്ങും ഓരോ ദിവസങ്ങളിലും. നമ്മൾ കയാക്ക് ഇങ്ങോട്ട് കയറ്റി. ഓക്കെ, ഓക്കെ. കുറെ ഇതൊക്കെ റിസോർട്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഏലാൻ വേണ്ട ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, കള്ളുകുടിയന്മാർ കണ്ടോ? ഞാൻ അത്രക്കാരൻ നെഹി എന്ന് പറഞ്ഞാൽ നെഹി കള്ളുടിച്ച് ഇവനാണ് ഓഫ് ചെയ്യണ്ട. ഈ പേരാണ് കള്ള്. This is not Kall. This is Meera. Authentic product from Lakshadweep. ഇതാണ് മീരടോ. കിളി പോയോ? 3 കിളിയോ? ഈ കടലില് പണ്ട് വലിയ ടൗൺ ഉണ്ടായിരുന്നു. ഇത് വലിയ ടൗണായിരുന്നു. 100 അല്ല 1000 വർഷങ്ങൾക്ക് മുന്നേ ഇത് വലിയ ടൗണായിരുന്നു. ഈ ടൗൺ എന്ത് ചെയ്തു? ഈ ടൗണ് കേമയിൽ മരിച്ചു. وتكون الجبال كاليهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما إذا زلزلت الأرض زلزالها എന്നുള്ള സൂറത്തുണ്ട്. അതിൽ പറയുന്നുണ്ട് ഒരുപാട് കീഴ്മേൽ മരിച്ച സമുദായങ്ങൾ, വെള്ളത്തിൽ മുക്കിക്കൊന്ന സമുദായങ്ങൾ, അബാബീൽ പക്ഷികൾ കിട്ടുന്നു. അബാബീൽ വഹമറ, അതായത് ചെറിയ വളരെ വളരെ ചെറിയ ചെറിയ പക്ഷികളെ കൊണ്ട് ഒരു ഭയങ്കര ജനസമുദ്രത്തെ പടച്ചോ ഇല്ലായ്മാക്കിയൊക്കെ പറയുന്നുണ്ട്. എന്നതുപോലെ ചിലപ്പോൾ 1000 വർഷങ്ങൾക്ക് മുന്നേ ചിലപ്പോൾ ഇത് വലിയ ടൗൺഷിപ്പ് ആയിട്ടുണ്ടാവാം. ഉപ്പുരസമുള്ള സ്ഥലമാണിത്, കടലാണ്, ലക്ഷദ്വീപാണ്. മീര ഒന്നുകൂടി ഉണ്ടോ? കഥഞ്ഞും വരും. ഈ മീര എന്ന് പറഞ്ഞത് ശരിക്കും കള്ളല്ല. അപ്പൊ നിങ്ങൾ പറയുമ്പോ നമ്മൾ പൂസാണോ വിചാരിച്ചു. നമ്മൾ കള്ളും കഞ്ചാവൊന്നും വെച്ചില്ല. പക്ഷെ ഈ സാധനം തെങ്ങിന്ന് ഡയറക്റ്റ് ഇതാക്കണാണ്. ഈ മീര കുടിച്ച ആളുകൾക്ക് അറിയാം, തെങ്ങിന്റെ ഏറ്റവും പീക്കിൽ തെങ്ങ് മുറിക്കുന്ന സമയത്ത് വേണ്ടി ഓലന്റെ ചെറിയ സാധനം എന്തോ പേര് പറയും, അത് കടിച്ച് തിന്നു കഴിഞ്ഞാൽ എന്റെ പേര് അറിയാം, തേങ്ങ ഉണ്ടാകാൻ മുമ്പുള്ള അല്ലല്ല, അതല്ല, ഇളനീരല്ല, വേറെ സാധനം. തെങ്ങിന്റെ തടി തന്നെയാണ്. പക്ഷെ ഏറ്റവും മേലെ എത്തുമ്പോ ചെറിയ നൈസ് സാധനകരം. അത് കട്ട് ചെയ്ത് തിന്നു കഴിഞ്ഞാൽ ടോപ്പ് ടേസ്റ്റ് ആണ്. തേങ്ങ അല്ലത്, ഓലന്റെ ചെറിയ തീന്ന് ആണോ? ഇത് ഉണ്ടാക്കുന്നതിനും കൊറേ പണിയുണ്ട്. അതായത് നമ്മളെ എന്താ പറയാ, ഇത് തിന്നുകാണ്ട് പിന്നെ സ്കൂബ ഡൈവിന് പോയി കഴിഞ്ഞാല് സ്കൂബ നടത്തണ്ടേ വളക്കോ? ഞാൻ വെച്ചിരുന്നു, കാരണം എനിക്ക് ആട്ടം പറ്റൂല. ഞാൻ നീന്തൽ എങ്ങനെയുണ്ട് അല്ലെ? കയാക്കിങ് എങ്ങനെയുണ്ട്? റിവേഴ്സ് പോയിട്ടല്ലേ ഞാൻ പറഞ്ഞു. അത് പറയണേ, പുലി പതുങ്ങുന്നത് പതുങ്ങാനല്ല, കുതിക്കാനാണ്. ഞാൻ പുലിയല്ല, പക്ഷെ എന്റെ മൈൻഡ് സെറ്റ് കോൺഫിഡന്റ് പുലിയാ കിട്ടാണ്. ഭയങ്കര ഇതാണ്, എത്തിപ്പെടുന്ന ആഗ്രഹമാണ്. അപ്പൊ സ്കൂബ ഡൈവിംഗ് കാഴ്ച കാണാം. ബിരിയാണി എന്ത് ബിരിയാണിയാ? മീൻ ബിരിയാണി, കിടിലൻ ബിരിയാണി. 8 ബന്ധത് എനിക്കറിയാം. 8 ബന്ധത് ഇപ്പം ബന്ധിച്ചിട്ടു ബിരിയാണി. കിളി പൊളി, കിളി. അതായത് നമ്മളെ അടിപൊളി ഫുഡ്, അടിപൊളി തക്കാരായിരുന്നു. നമ്മൾ വോയേജർ ഡാമിൽ ട്രയൽ റൺ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ജാബിറിന്റെ പോലെ നമ്മുടെ വോയേജർ ഡാമിന്റെ വേറെ ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മളെ മമ്പാട് കോളേജിൽ നമുക്ക് കിട്ടിയ ബന്ധങ്ങളാണ്. നമ്മളെങ്ങനെ പരിചയപ്പെടുന്നത്? പക്ഷെ നമ്മളങ്ങനല്ലോ, ഹാപ്പിയല്ലേ? നമ്മ ചെക്കനാണ്. അപ്പൊ ഇനി ഓല് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ
സ്കൂബ ഡൈവിന് പോകും. അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ്. അപ്പൊ നമ്മള് സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇവിടുത്തെ ലക്ഷദ്വീപത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂബ ഡൈവേഴ്സിന്റെ കൂടെ നമ്മൾ പോകുന്നത്. അവരുടെ കൂടെ ആയിരിക്കും നിങ്ങളും നമ്മുടെ കൂടെ വന്ന് ചെയ്യാം. ഓക്കെ.